ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന മിഠായി പോലത്തെ ഇങ്ങനെ രണ്ട് ഭാഗത്ത് ചുരുട്ടിയിട്ടില്ല അല്ലേ? അതുപോലത്തെ ഒരു സ്നാക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്നാക്ക്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കാണാം. ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിൽ നമ്മളെ ആട്ടപ്പൊടി ഒരു കപ്പ് ആട്ട ഇട്ടിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ലോണം ഓരോ ആട്ടക്ക് ഓരോ വെള്ളത്തിന്റെ അളവാണ് വരിക. നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന അതേ രൂപത്തിൽ കുഴച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ അവിടെ കുഴച്ച് അടച്ചു വെക്കുക. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ പരത്തിയിട്ട് ഇതേപോലെ ഒരു 4 പീസാക്കിയിട്ടുണ്ട്. ഇതിന്റെ അകത്തുള്ള മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മസാലയും വെക്കാം. കട്ട്ലറ്റ് മസാല വെക്കാം, സമൂസ മസാല വെക്കാം. ഞാൻ സമൂസ പോലത്തെ മസാല ഒന്ന് നല്ലോണം ഒന്ന് പിന്നെ പേസ്റ്റ് മോഡലാക്കിയിട്ടുള്ളതാണ്. ഏത് മസാലയും പറ്റും. അപ്പൊ അതിന്റെ പിന്നെ ഇതിന്റെ ഷേപ്പ് ആക്കുന്നതാണ് ഇനി പഠിക്കേണ്ടത്. ഇതേപോലെ അങ്ങോട്ട് റൗണ്ട് ചെയ്യുക. ഈ 2 എൻഡിലും കുറച്ച് ഗ്യാപ്പ് അധികം വെക്കണം. എന്നിട്ട് നമ്മളൊരു ഫോർക്ക് എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് ഒരു ഭാഗം പ്രസ് ചെയ്യുക, അതേപോലെ മറുഭാഗവും പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് കൂർപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള സംഭവം. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇതാണ് സംഭവം. ഇനി ഞാനൊന്ന് വിശദമായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഒന്ന് വലുപ്പം കൂട്ടുക. സെൻട്രൽ മസാല നിങ്ങൾ ഇഷ്ടം പോലെ എന്ത് മസാലയും വെക്കാം. ഇതുപോലെ മസാല കുറച്ച് വെച്ചിട്ട് 2 സൈഡിലും കുറച്ച് ഗ്യാപ്പ് വേണേ. ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടുക. മൈദപ്പൊടി ഇതിന് ആട്ടപ്പൊടിക്ക് വരെ നമുക്ക് മൈദപ്പൊടി ഉപയോഗിക്കാം. ഞാൻ പിന്നെ കുറച്ച് ഗോതമ്പൊടി ഇവിടെ സ്റ്റോക്ക് കുറയുണ്ട്. അപ്പൊ അങ്ങനെ ഗോതമ്പൊടി എടുത്തതാണ്. അപ്പൊ ഇതേപോലെ ഒരു ടൂത്ത് പിക്കിന്റെ ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് കൂട്ടി കൊടുക്കുക. ഇതുപോലെ അങ്ങോട്ട് ഒന്ന് പ്രസ് ചെയ്യുക നല്ലോണം. നല്ല ഇനി നമ്മൾ എണ്ണ ചൂടാക്കുക. അധികം ചൂടായി പോരുത്. ചൂടായി ഒന്ന് കളർ മാറിപ്പോകും. ഒരു നല്ല ചൂടായിട്ട് പിന്നെ ചൂടൊന്ന് കുറച്ചിട്ട് ഇപ്പൊ സംഭവം റെഡി ആയിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഇടുകയാണ്. അതിന്റെ പുറംഭാഗം മാത്രം ഒന്ന് വെന്താൽ മതി. ഉള്ളിലെ സംഭവമൊക്കെ മസാല ഒക്കെ വെന്തിട്ടുള്ള ഒരു സംഭവമാണ്. ചൂട് കുറച്ച് കൂടുതലായതാണ്. അതുകൊണ്ടൊന്ന് കളർ പെട്ടെന്ന് കിട്ടുന്ന മാറിപ്പോയത്. അപ്പൊ ചൂടൊരു പ്രത്യേക പിന്നെ അധികം ചൂടില്ലാത്ത മോഡൽ വേണം വെക്കാൻ. അപ്പൊ ഒക്കെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാൻ. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.